എറണാകുളം നേര്യമംഗലത്ത് കാട്ടാന മറച്ചിട്ട പനദേഹത്ത് വീണ് മരിച്ച ആൻ മേരിയുടെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. തൃശൂർ പുതുക്കാട് പാലാഴി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കെ അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. വീട്ടിലിപ്പോൾ പൊതുദർശനം നടക്കുകയാണോ? എത്ര മണിയോടുകൂടിയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്? ദിവ്യ 5 മണിയോടുകൂടിയാണ് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ആൻമേരിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീട്ടിലൊരു പൊതുദർശനം നടക്കുകയാണ്. അമ്മ ടീച്ചർ അധ്യാപികയാണ്, പാലക്കാടാണ് ജോലി ചെയ്തത്. അവിടെ നിന്നുള്ള സഹ അധ്യാപകരും മറ്റുള്ള ആളുകളും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ തിരക്ക് തന്നെയാണ് വീട്ടിലുള്ളത്. നമുക്കറിയാം, കുടുംബത്തെ സംബന്ധിച്ചോളം ഏറെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ 20 വർഷമായി ഇവർ ഇവിടെയാണ് താമസിക്കുന്നത്. പക്ഷേ ഈ അച്ഛനും അമ്മയ്ക്കും പാലക്കാട് ജോലി ആയതിനാലാണ് അവർ ഈ പാലക്കാട് ക്വാർട്ടേഴ്സിലാണ് അവർ താമസിച്ച് പോന്നിരുന്നത്. പക്ഷെ അവരുടെ വീടും മറ്റും ഇടവക പള്ളിയും ഒക്കെ തൃശൂർ പുതുക്കാട് ഈ പാലാഴിയിലാണ്. അതുകൊണ്ടാണ് ഈ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ സംസ്കാര ചടങ്ങുകളും മറ്റും നടക്കുന്നത്. 5 മണിക്ക് തന്നെ കൃത്യം സംസ്കാര ചടങ്ങുകളിലായി വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് 5 മണിയോടുകൂടി തന്നെ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുവരും. കാട്ടാന മറച്ചിട്ട പനദേഹത്ത് വീണാണ് ആൻമേരിയുടെ ദാരുണാന്ത്യമുണ്ടായത്. ആൻമേരിയുടെ സംസ്കാര ചടങ്ങുകൾ 5 മണിയോടുകൂടി നടക്കും. കെ അഖിലാണ് വിവരങ്ങൾ നൽകി.